സാഹചര്യത്തിന്റെ സമ്മർദ്ദം കണ്ട്, അകപ്പെട്ട പ്രതിബന്ധം കണ്ട് ഹൃദയം നുറുങ്ങി, കർത്താവേ, എല്ലാരും എന്നെ കൈവിട്ടു, എന്റെ ജീവിതം ശൂന്യമായല്ലോ, ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് 100 ചോദ്യങ്ങളുമായി വചനം കേൾക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ സന്ദേശം. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. നീ അകപ്പെട്ട് കിടക്കുന്ന ഏതു കുരുക്കിൽ നിന്നും, ഏതു പ്രതിസന്ധിയിൽ നിന്നും നിന്നെ രക്ഷിച്ച് പുറത്തെടുക്കുവാൻ കഴിവുള്ള ഒരു യേശുവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 34 സങ്കീർത്തനം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും. ദൈവം നിന്നിൽ നിന്ന് അകന്നല്ല, നിന്നോട് അടുത്ത് തന്നെ നിൽക്കുകയും ഒത്തിരി നാൾ നുറുങ്ങിയ ഹൃദയം കൊണ്ട് നീ ജീവിക്കേണ്ടി വരത്തില്ല. ഏതു വിഷയത്തിൽ നിന്റെ ഹൃദയം നുറുങ്ങപ്പെട്ടോ, ആ നുറുങ്ങപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന് ഇടപെടാനുണ്ട്, ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് 100 പേരുമായി സംസാരിച്ചാൽ 50 പേരുടെ കാര്യം തകർന്നുടഞ്ഞ മനസ്സാണ്. ഒന്നിലും ഒരു ഉറപ്പില്ല, ഒരു ധൈര്യമില്ല. എന്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ തകർന്നു പോയി എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുക, മനസ്സു തകർന്നവരെ ഞാൻ രക്ഷിക്കും. ഒരു ആത്മീക വെളിപ്പാട് ഞാൻ ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയാം. നിന്റെ തകരപ്പെട്ട അവസ്ഥയെ ദൈവം പണിയും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നീ കർത്താവിന്റെ കരത്തിൽ ഇരിക്കുക. നീ ഉടയപ്പെട്ടതിന്റെ പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്തിനാ? മറ്റൊരു പാത്രമാക്കി മാറ്റാൻ. നിന്നെ പണിതെടുത്ത് മറ്റൊരു പാത്രമാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് വചനം കേൾക്കുന്ന ശ്രോതാവേ, നുറുങ്ങിയ ഹൃദയവും തകർന്ന മനസ്സുമായി നീ വചനം കേൾക്കുന്നെങ്കിൽ നിന്റെ നുറുങ്ങിയ ഹൃദയത്തിന്റെ അടുക്കൽ കർത്താവ് നിൽക്കുക. തകർന്ന മനസ്സുകളെ പണിയുന്ന ദൈവം ഇറങ്ങി നിൽക്കുക. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, എന്റെ തകർന്ന മനസ്സിനെ ഒന്ന് പണിയണമേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ തകർന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയം, അത് കർത്താവ് കാണണമേ. അവരുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം കൊടുക്കണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. അവരുടെ അകത്ത് വലിയ ദൈവപ്രവർത്തി വെളിപ്പെടണം. നാളിതുവരെ കാണാത്ത നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധികളും അവരുടെ മേൽ വെളിപ്പെടട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ്.